ഒരു നല്ല മനുഷ്യൻ എന്ന വാക്കിന്റെ നിർവചനം ശ്രീ പി തങ്കച്ചനിലാണ്. ഞാൻ സജീവ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നതിന്റെ മുൻപ് തന്നെ എന്റെ പിതാവിന്റെ ഉറ്റ സുഹൃത്ത് എന്നുള്ള നിലയിലേക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അന്നൊക്കെ ഉണ്ടായിരുന്ന രണ്ട് മുന്നണികളിൽ പ്രവർത്തിക്കുമ്പോഴും അവരൊക്കെ തമ്മിലുണ്ടായിരുന്ന ഒരു ഉറ്റ ബന്ധം നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. അന്നേരം സ്വന്തം രാഷ്ട്രീയ കൺവിക്ഷനുകൾ ഉള്ളപ്പോഴും വ്യക്തിബന്ധത്തിന് സ്ഥാനമുണ്ടെന്ന് തെളിയിച്ച ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രതിനിധിയാണ്. ഇത്ര സൗമ്യനായി സ്നേഹത്തോടുകൂടി ആൾക്കാരെ സമീപിക്കുകയും വളരെ അപൂർവമായി നമ്മൾ കാണുന്നതാണ്. രാഷ്ട്രീയത്തിൽ പലപ്പോഴും കള്ളനാണയങ്ങളുണ്ട് എന്ന് വ്യാപകമായി വിശ്വസിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം വ്യക്തികളും ഉണ്ടായിരുന്നു. രാഷ്ട്രീയത്തിന്റെ എല്ലാ അന്തസ്സും നിലനിർത്തി പോകാൻ ഇത്തരം വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ആണ് ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നത്. മറ്റൊന്ന് RSP അന്ന് 2015 ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് RSP UDF കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം UDF കൺവീനറായിരുന്നു. അത് ഒരു നിർണായക പങ്ക്, അന്ന് വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിലാണെന്ന് 5 വർഷം ഭരണം നിലനിർത്തി. അതിലൊക്കെ നിർണായക പങ്ക് വഹിച്ച ആ ഓർമ്മകൾ. അല്ല, ഞാൻ പറഞ്ഞ എല്ലാ കാര്യത്തിലും ആ പൊളിറ്റിക്കൽ കൺവിക്ഷനോടുകൂടി വലിയ ബഹളമോ ദേഷ്യമോ ഒന്നുമില്ലാതെ കൃത്യമായി തന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള വ്യഗ്രത അത് ഒരു അസാമാന്യമായ കഴിവായി തന്നെ അത് കാണേണ്ടതാണ്.